എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു ബൺ പൊറോട്ടയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഒരു സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാ നമ്മുടെ മൈദ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിൽ തൂത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിനി ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ സൂക്ഷിക്കാമേ. അതിനുശേഷം നമുക്ക് ബൺ പൊറോട്ട പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പൊറോട്ട മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ബോളുകളാക്കി എടുത്ത് മാറ്റാം. ഒരേ അളവിലുള്ള ബോളുകളായിരിക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള 4 ബോളുകളായിട്ട് നമ്മുടെ മാവ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്കിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണേ. പരത്തിയെടുത്തിട്ട് ഒന്ന് വീശി അടിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ച് നിരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇടയ്ക്കൂടെ ഓരോ വരകളായിട്ട് കട്ടിക്കിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒരല്പം എണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ പതുക്കെ ഇങ്ങനെ അപ്പം ഈ കീറിയത് എല്ലാം കൂടെ ചേർത്ത് ഒരു നീളത്തിലൊരു പീസാക്കി നമ്മളത് മാറ്റുന്നു. അതിനുശേഷം നമുക്കിത് റൗണ്ട് ചെയ്തെടുക്കാവേ. അപ്പം നമ്മളിത് റൗണ്ട് ചെയ്തെടുക്കുകയാണേ. ഇതുപോലെ ഒരു ബോള് റൗണ്ടാക്കി എടുത്തു. ഒരുപാട് അങ്ങ് പരത്തി എടുക്കണ്ട, കാരണം നമ്മൾ ബൺ പൊറോട്ടയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി കട്ടി ആവശ്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് ഒരല്പം ഒന്ന് പരത്തി കൊടുത്തു. ഇതുപോലെ ഈ 4 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, ഇതാ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ചൂടായ പാനിലേക്ക് ഇതിട്ട് തിരിച്ചു മറിച്ചു വിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതാ ബൺ പൊറോട്ടയാണ്. ചെറിയ ഷേപ്പിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിവേ വളരെ ടേസ്റ്റിയാണ് എന്നുള്ള കാര്യം മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.